നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, റീമ കല്ലിങ്കലിനെതിരെ, ആഷിഖ് അബുവിനെതിരെയൊക്കെ വാർത്തകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് റീമ കല്ലിങ്കലിനെതിരെ വാർത്ത വരുമ്പോൾ മാധ്യമങ്ങൾ അത് മുക്കുന്നു. പിന്നെ വളരെ പെട്ടെന്ന് റീമ കല്ലിങ്കലിനെ ചാനലിൽ വിളിച്ചിരുത്തുന്നു, റീമ കല്ലിങ്കലിനെ വെള്ളപൂശാനായി ഒരു ശ്രമം നടത്തുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു. ഇത് തന്നെ മറ്റ് ആളുകളൊക്കെ ഉണ്ടല്ലോ, ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ എന്തുകൊണ്ടാണ് ചാനലിൽ വിളിച്ചിരുത്തി അവരുടെ ഒരു വെർഷൻ എടുക്കാത്ത എന്താണ്? അതെ, അത് ചെയ്യണ്ടേ? ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ 1 മണിക്കൂർ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. എൻ്റെ അഭിപ്രായത്തിൽ മയക്കുമരുന്ന് ലഭ്യമാകുന്ന, സ്ത്രീകളെ ദുരുപയോഗിക്കുന്ന, കള്ളപ്പണം വെളുപ്പിക്കുന്ന, തങ്ങൾക്കെതിരായ വാർത്തകൾ മുക്കാൻ ശേഷിയുള്ളവരാരാണോ അവരാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ്. യോജിക്കുന്നുണ്ടോ എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയിലെ ഈ പവർ ഗ്രൂപ്പ് ആരാണ്? മാധ്യമങ്ങളെല്ലാം റിമ കല്ലിങ്കലിനെതിരെയും ആഷിഖ് അബുവിനെതിരെയും വരുന്ന വാർത്തകൾ മുക്കി മരിക്കുകയാണ്. നിരന്തരം മുക്കുകയാണ്. കാരണം അത് സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്തിട്ട് പോലും ഇവർക്കൊരു നാണവും മാനവും ഇല്ല, ഒരു കൂസലും ഇല്ല. അല്ല, നിങ്ങൾ ഈ റിമ കല്ലിങ്കലിൻ്റെ ആരോപണം വരുമ്പോൾ നിങ്ങൾ റിമ കല്ലിങ്കലിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു, റിമ കല്ലിങ്കലിനെ വിളിച്ചിട്ട് അവരുടെ കണ്ണീര് ജനങ്ങളെ കാണിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലുള്ളൊരു മാധ്യമം കഴിഞ്ഞ ദിവസം സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന, സിന്ധു സൂര്യകുമാറിനെതിരെ ഒരു പോക്സോ കേസ് ഉണ്ട്, അറിയാമോ ജോണേട്ടാ? അൻവർ കൊടുത്ത ഒരു പോക്സോ കേസ്. അപ്പൊ സിന്ധു സൂര്യകുമാറും ആരോപണ വിധേയയാണ്. ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന യുവതിയാണ് സോഷ്യൽ മീഡിയയിലൂടെ സിദ്ദീഖ് രാജിവെച്ചോ മോഹൻലാൽ രാജിവെച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. ആരോപണം വരുമ്പോൾ തന്നെ രാജിവെക്കണമെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടത് സിന്ധു സൂര്യകുമാറാണ്. കാരണം അവർക്ക് ഒരു പോക്സോ കേസുണ്ട്. ഒരു ഫോർജഡ് ആയിട്ട് ഒരു കൊച്ചുകുട്ടിയെ വെച്ച് ഒരു വിഷ്വൽ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ആ പോക്സോ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പറയാൻ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. എങ്കിൽ ഇവർക്കും പറയാൻ ഇവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതായത് ഈ സിദ്ദീഖിന് അടക്കമുള്ള ആൾക്കാർ മോഹൻലാലിനെ ചുമ്മാ കടന്നാക്രമിക്കുന്നു. ഈ WCCയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. അതിൽ യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല. പവർ ഗ്രൂപ്പിന്റെ ലക്ഷ്യവും മോഹൻലാലാണ്. കാരണം പല കാര്യങ്ങളുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വടവൃക്ഷമായിട്ട് മലയാള സിനിമയിൽ വളർന്നു നിൽക്കുന്നു. മോഹൻലാലിനെ ആർക്കും തൊടാൻ സാധിക്കുന്നില്ല. മോഹൻലാലിന് ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞ സംഘടന യഥാർത്ഥത്തിൽ മോഹൻലാലിന് ആവശ്യമില്ല. അമ്മയാണ് മോഹൻലാലിന് ആവശ്യം. കാരണം അമ്മയിലുള്ള സകല ആൾക്കാരും എന്ന് പറയുന്നത് മോഹൻലാൽ ഉള്ളത് കൊണ്ടാണ് ഈ സംഘടന. കാരണം മോഹൻലാൽ ഉള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് കൈനീട്ടം പോകുന്നത്, പെൻഷൻ പോകുന്നത്, ഓണക്കിറ്റ് പോകുന്നത്, പല കാര്യങ്ങളും പോകുന്നത്. ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോഹൻലാൽ എത്ര രൂപയാണ് പ്രളയ ദുരിതാശ്വാസത്തിന് കൊടുത്ത വയനാട്? 3 കോടി രൂപയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മോഹൻലാൽ കൊടുത്തത്. മോഹൻലാലിനെ ഇതൊന്നും ബാധിക്കുന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഇവരുടെയൊക്കെ ടാർഗറ്റ് മോഹൻലാലാണ്. മോഹൻലാലിനെ അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന പവർ ഗ്രൂപ്പിന് അതിനകത്തേക്ക് ഇടിച്ചു കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഈ തുടക്കം തന്നെ ഈ സിന്ധു സൂര്യകുമാർ പറഞ്ഞു തുടങ്ങുന്നത് റിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മയക്കുമരുന്ന് മാഫിയ എന്നാണ് തോന്നുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, റിമയുടെ ഭർത്താവായിട്ടുള്ള ആഷിഖ് അബുവിൻ്റെ എന്താ അയാളുടെ പ്രൊഫഷൻ കമ്പനിയുടെ പേര്? OPM. അതിൻ്റെ അർത്ഥം എന്താണ്? OPM എന്ന് പറഞ്ഞാൽ കറുപ്പെന്നാണ് അർത്ഥം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭീകരവാദികൾ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്താനായിട്ട് കൃഷി ചെയ്യുന്ന സംഭവമാണ് OPM. അത് കാവ്യാത്മകമായിട്ട് ഇട്ടതായിരിക്കും അല്ലേ? ഇവിടെ ഒരു പാവപ്പെട്ട ഒരാൾ ബോബ് മാർലിയിൽ ഒരു ചിത്രം വെച്ച് കഴിഞ്ഞാൽ ആ ബോബ് മാർലിയിലെ ചിത്രം ടീഷർട്ട് ഇട്ടുകൊണ്ട് റോഡിൽ ഇറങ്ങിയ പോലീസ് പിടിച്ചോണ്ട് പറയാം. അപ്പം അവർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളൊരു ചോദ്യമൊക്കെ അതിന്റെ പുറകിലുണ്ട്. നമുക്ക് എന്തായാലും റിമ കല്ലിങ്കലിന്റെ ആ ഒരു വെള്ളപൂശൽ ഒന്ന് കേൾക്കാം. കേട്ടോ, റിമ കല്ലിങ്കൽ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മയക്കുമരുന്ന് മാഫിയ എന്ന വാക്ക് അതിനോട് ചേർത്ത് വരുന്നു. ഒരു 30 മിനിറ്റ് വീഡിയോന്റെ 1 മിനിറ്റ് ഭാഗമാണ് ഇവിടത്തെ പോപ്പുലർ മീഡിയ അടക്കമുള്ള എല്ലാവരും ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ, ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ, കോർട്ട് ഗാഗ് ഓർഡർ ഉള്ള ഒരു സ്ത്രീയുടെ ഒരു സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ, അതിൽ അവർ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ എവിടെയോ ഒരു റിപ്പോർട്ട് വായിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. ഒരു രീതിയിലും റിലയബിൾ അല്ലാത്ത ഒരു സോഴ്സിൽ നിന്ന് വന്ന ഈ ഒരു വാർത്ത എല്ലാ മെയിൻ മീഡിയയും ഈ രീതിയിൽ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അവർ പറയുന്നത് ഒരു ക്രോസ് ചെക്കിംഗ് ചെയ്തില്ല. സുപ്രീം കോടതി വേറൊരു കാര്യം പറയുന്നുണ്ട്. ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ഇരയുടെ ക്യാരക്ടർ അസോസിയേഷൻ നടത്താൻ പോകുന്നില്ലെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. സുപ്രീം കോടതി എങ്ങനെ പറയും? ഇപ്പം എനിക്കെതിരെ ഒരു യുവതി പീഡനാരോപണം ഉന്നയിച്ചു. ആ പീഡനാരോപണം ഉന്നയിച്ചാൽ ഈ യുവതിക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല. അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ റിമ കല്ലിങ്കലിനെതിരെ ആരോപണം വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ആരാണ് ആരോപണം ഉന്നയിച്ചത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർക്കെതിരെ കോർട്ട് ഗ്യാഗ് ഓർഡർ ഉണ്ടോ, സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോ?
അവർ എത്ര പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്ന് അവരുടെ സോഷ്യൽ മീഡിയ ആപ്പിൽ തന്നെ അവർക്കെതിരെ എന്തോ ഒരു ആരോപണമുണ്ട്. അവർ മെഡിക്കൽ ഫീൽഡിൽ അവർ കാണിച്ച അവർ പഠിക്കാൻ പോയിട്ട് അവിടെ നിന്ന് 30 പേര് അവർക്കെതിരെ പെറ്റീഷൻ കൊടുത്ത് അവിടെ നിന്ന് അവർ പുറത്തായി. തിരിച്ചിവിടെ വന്നിട്ട് അവർ വടകരയിൽ ഒരു കോളേജിൽ പോയി ചേർന്നു. ആ കോളേജിൽ പോയി ചേർന്നപ്പോൾ അവിടെയുള്ള പരിസരവാസികൾക്ക് ഇവരെക്കുറിച്ചുള്ള മതിപ്പെന്തായിരുന്നു, ആ പരിസരവാസികൾക്കെതിരെ ഇവർ കൊടുത്ത കംപ്ലൈൻറ്റുകൾ, ഇവർക്ക് ആ പരിസരവാസികൾക്കെതിരെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തു. അതെന്താ നിങ്ങൾ ചെക്ക് ചെയ്യാത്തത്? അപ്പോൾ റീമ കല്ലിങ്കലിന്റെ കേസിൽ വരുമ്പോൾ മാത്രം സിന്ധു സൂര്യകുമാറിന് എന്താണ് ക്രോസ് ചെക്ക് ചെയ്യണം. റീമ കല്ലിങ്കലിന്റെ കാര്യം മാത്രം സിന്ധു സൂര്യകുമാറിന് റീമ കല്ലിങ്കലിനെ പിടിച്ചിരുത്തണം. നിങ്ങൾ സിദ്ദിഖിനെ പിടിച്ചിരുത്താം. സിദ്ദിഖ് പീഡന വീരൻ, റീമ കല്ലിങ്കൽ പാവം, ആഷിഖ് കപൂർ പാവം അല്ലേ? അപ്പോൾ മോഹൻലാല് പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ കണാപ്പൻ. ഇതൊക്കെയാണ് ഇവരുടെ നെറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ റീമ കല്ലിങ്കൽ ക്രോസ് ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തില്ല. അപ്പം നമുക്കെതിരെ വരുമ്പോൾ നമുക്ക് പൊള്ളുന്നുണ്ട്. ഈ സംഭവം തന്നെയാണ് ബാക്കിയുള്ളവർക്കെതിരെ വരുമ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ അവർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടായത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവർക്കെതിരെ ആഘോഷമാക്കുന്നു ഈ സംഭവം അല്ലേ? കോർട്ട് ഗ്യാഗ് ഓർഡർ. ഇപ്പോൾ സുചിത്രയെ കുറിച്ച് നമുക്ക് അന്വേഷിച്ചാൽ സുചിത്രയെ കുറിച്ച് അങ്ങനെ പല ആരോപണങ്ങളും സത്യം തന്നെയാണത്. അത് വളരെ കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സുചിത്രക്കെതിരെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ സുചിത്ര ആ ഒരു ഗതിയിൽ കൊണ്ടെത്തിച്ച് സുചിത്ര പല ആൾക്കാർക്കെതിരെയും തുറന്നു പറച്ചിലുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ വിക്കിലീക്സ് എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. ധനുഷ് ഗേ ആണ്, അവർ തന്റെ ഭർത്താവുമായിട്ട് തന്നെ ഗേ ആക്ട് നടത്തിയിട്ടുണ്ട്. കമൽഹാസന്റെ പാർട്ടിയിൽ മയക്കുമരുന്ന് പാർട്ടി, കമൽഹാസന്റെ ഇതിൽ മയക്കുമരുന്ന് പാർട്ടി ഉണ്ടായിരുന്നു, കമൽഹാസൻ മയക്കുമരുന്ന് വിളമ്പിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പല ആരോപണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ ഒരു മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിക്കാനാണ് ഇവരെല്ലാം കൂടെ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? മനസ്സിലായില്ലേ? മലയാള സിനിമയെക്കാട്ടിലും പ്രബലമാണല്ലോ തമിഴ് സിനിമ അല്ലെ? ഈ മലയാള സിനിമയിൽ ഇത്രയും വലിയ മയക്കുമരുന്ന് പാർട്ടികൾ നടക്കുന്നുണ്ടെങ്കിൽ തമിഴ് സിനിമയിൽ ഇത് തുറന്നു പറയുന്ന ആൾക്കാരെ വെറുതെ വെച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ലൂസിഫർ സിനിമയിൽ നമ്മൾ ഇന്ദ്രജിത്തിനെ അറിയാമല്ലോ. അബ്രഹാം ഖുറേഷി ഗ്യാങ് എന്ന് പറയുന്ന വലിയൊരു ഗ്യാങ്ങിനെ പറ്റി തുറന്നു പറയുന്ന രാഷ്ട്രീയ മാഫിയ എങ്ങനെയാണ് അയാളെ ഒരു വട്ടനായിട്ട് ചിത്രീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സുചിത്ര എന്ന് പറയുന്നത് അതുല്യമായിട്ടുള്ള ഒരു കലാകാരിയാണ്. അവരുടെ പാട്ടുകളൊക്കെ കേൾക്കണം. അതിഗംഭീരമായിട്ട് പാട്ടുകൾ പാടുന്ന ഒരു സ്ത്രീയാണ്. അവർ ഈ ഗതിയിലായി അവസാനം. അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ റീമ കല്ലിങ്കൽ ഇപ്പോൾ പറയുന്നത് കോർട്ട് ഗ്യാഗ് ഓർഡറുള്ള ഒരു വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറയട്ടെ, രഞ്ജിത്ത് രേവതിക്ക് നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു എന്ന് ഈ ഇര പറയുന്നു ഇല്ലേ? രേവതി അത് നിഷേധിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുന്നു. ഇതല്ലേ രഞ്ജിത്തും പറഞ്ഞത്? ഞാനും നിഷേധിക്കുന്നു എന്റെ ആരോപണം. അപ്പൊ രേവതി പറയുന്നത് തന്റെ നിഷേധമല്ല എന്റെ നിഷേധം, എന്റെ നിഷേധത്തിന് ഒരു പ്രത്യേക പവറുണ്ട്. അതെന്തുവാണിത്? അല്ല, ഞാൻ മനസ്സിലാവുന്നില്ല. അപ്പൊ റീമ കല്ലിങ്കലിനും രേവതിക്കും ഈ WCCക്കും എല്ലാം ഒരു പ്രത്യേക പവറുണ്ട്. മനസ്സിലായില്ലേ? ഇവരാണ് പവർ ഗ്രൂപ്പ്. ഇവരാണ് പവർ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ. ഈ റീമ കല്ലിങ്കലും ആഷിഖ് കപൂറും അടങ്ങുന്ന ഈ വൃത്തികെട്ട ഗ്യാങ് മയക്കുമരുന്ന് നൽകി യുവതികളെ പീഡിപ്പിക്കുന്ന ഇവരാണ് പവർ ഗ്രൂപ്പ്. സുചിത്ര പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ? അതിൽ ഒരു മിനിറ്റ് മാത്രമേ പറഞ്ഞോളൂ. മതി, ഒരു മിനിറ്റ് പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ എന്താണ്, ലൈംഗിക ചൂഷണം നേരിടുന്ന ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോയി നിയമമില്ലാണ്ട് പോരാടാം. മയക്കുമരുന്ന് അങ്ങനെയല്ല. അപ്പൊ മയക്കുമരുന്ന് നൽകി എന്നെ ഒരാൾ പീഡിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് കൂടെയാണ് അഡിക്റ്റ് ആവുന്നത്. കാരണം അയാളുടെ കയ്യിൽ മയക്കുമരുന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലും. ഞാൻ അതിന് അഡിക്റ്റ് ആവുകയാണ്. ഈ സ്റ്റാമ്പ്, ഈ MDMA എന്ന് പറയുന്നൊക്കെ മയക്കുമരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു മാസമോ 2 മാസമോ 3 മാസമോ കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചാലേ അതിന് അഡിക്റ്റ് ആവുള്ളൂ എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ നമുക്ക് നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. മയക്കുമരുന്ന് ഒരു വട്ടം യൂസ് ചെയ്താൽ നമ്മൾ അഡിക്റ്റ് ആവും. പിന്നെ അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് വരും, ചിത്തഭ്രമം വരും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ യുവതികളെയൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തും. രാജ്യദ്രോഹ കുറ്റം കൂടെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ പോകും. അങ്ങനത്തെ സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഇതാവും. അത് തെളിയിക്കാനും വലിയ പാടാണ്. ഈ യുവതികൾക്ക് പിന്നെ വട്ടാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവരുടെ മാനസികമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ ഇപ്പൊ സുചിത്ര കണ്ടില്ലേ, മാനസികമായിട്ടൊരു പരിശോധന. ഇപ്പൊ ഞാനൊരു യുവതിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കുന്നു. ആ യുവതി നിരന്തരം മയക്കുമരുന്ന് ലഭിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം അവർക്ക് വട്ടാവുന്നു. ഞാൻ അവരെ കൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നീട് അവർക്ക് ഈ അസുഖം മാറി തിരിച്ചു വന്നു കഴിഞ്ഞാലും അവർ ആരോപണം ഉന്നയിക്കുകയാണ്. ഇവൻ പണ്ട് എനിക്ക് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരുടെ മെന്റൽ ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കും ഇവർക്ക് വട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലേ? എന്ത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ആ സർട്ടിഫിക്കറ്റിൽ കൊലപാതകം ചെയ്തവർ ഈസി ആയിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പം സാമൂഹികമായിട്ടുള്ള ഇത്രയും വലിയ വിപത്താണ് ഇതിനകത്ത് വരുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കണം. അത്രയും വലിയ ആരോപണമാണ് റീമ കല്ലിങ്കൽ എന്ന് പറഞ്ഞ യുവതിക്കെതിരെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ നമ്മുടെ ഇയാളെ പേര് നിവിൻ പോളിയെ പോലെ പൊതുമധ്യത്തിൽ വന്ന് നിന്നുകൊണ്ട് അന്വേഷിക്കട്ടെ, ഞാൻ റെഡിയാണ് എന്ന് പറയാത്തെന്താ? അത് പറയുന്നില്ല. നിവിൻ പോളി പറഞ്ഞല്ലോ. ഇവര് പറയുന്നത് എന്താണ്? അയ്യോ എനിക്കെതിരെ വാർത്ത നിങ്ങൾ കൊടുത്തു, ക്രോസ് ചെക്ക് ചെയ്തില്ല, ഭയമുണ്ടല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് പറയുന്ന വേറൊരു കാര്യം കാണിച്ചു തരാം. ആദ്യം പറയുന്നത് പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലിന്റെ കരിയർ തകർക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് എന്നാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. ബിക്കോസ് അത് ആരും റിപ്പോർട്ട് ചെയ്തില്ല.
അതില് ഒരു വാർത്ത തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. സുജി പറഞ്ഞത് മോഹൻലാൽ ഫഹദ് ഫാസിലിന്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിച്ചു. അത് നിങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നെ കുറിച്ചാണ്. എന്നെ കുറിച്ചാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നു. അപ്പോ എന്നെ കുറിച്ചുള്ള ആരോപണം അതിനകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അടക്കം ഇത് ഹൈലൈറ്റ് ചെയ്ത് പിടിച്ചേനെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ സുജി പറഞ്ഞതിനകത്ത് എന്താണ്, നിർഭാഗ്യവശാൽ എന്നെ കുറിച്ചൊരു ആരോപണം ഉണ്ടായിപ്പോയി. അതില്ലായിരുന്നെങ്കിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ ഇത് ആഘോഷിച്ചേനെ, ഇല്ലേ? സ്വാഭാവികമായിട്ടും മോഹൻലാലിനെതിരെ ആരോപണം, ഫഹദ് ഫാസിലിന്റെ എന്താണ് ജീവിതം തകർക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിണറായി വിജയനോടൊപ്പം ചേർന്ന് പുറത്തുവിട്ടത് മോഹൻലാൽ എന്ന് പറഞ്ഞ് വലിയൊരു ആരോപണം എന്താണ് അവിടെ വന്നേനെ, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്തില്ല? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ക്ലിയർ ആയില്ലേ? അപ്പം റീമ കല്ലിങ്കൽ പറയും പോലെയല്ലേ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എനിക്കെതിരെ ആരോപണം കൊണ്ടുവരുന്നു, അത് പറയുന്നത് മിനിറ്റ് വരുന്ന എന്നെ കുറിച്ച് പറയുന്നത് മാത്രം എങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഇവരെല്ലാം. ഞങ്ങൾ എല്ലാവരും 7.5 വർഷം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളുടെ കരിയറും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫും എല്ലാം മാറ്റിവെച്ച് ഇതിന് നിന്നിട്ട് ഇതിന് ഒരു രീതിയിലുമുള്ള ഒരു ആൻസറോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ ഇല്ലാതെ ഐ എം നോട്ട് റെഡി ടു ബാക്ക് ഔട്ട് ലൈക്ക് ദാറ്റ്. ഐ എം സോറി. അറ്റ്ലീസ്റ്റ് ഇതിൽ ഇനി ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും കൃത്യമായിട്ട് ഗവൺമെന്റ് പറയേണ്ടി വരും. ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും പറയേണ്ടി വരും. ഇവർ പറയുന്ന വേറൊരു കാര്യം, ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഇതിൽ നിൽക്കുന്നു, ഞങ്ങളുടെ ക്രെഡിബിലിറ്റി തകർക്കാനാണ് പല ആൾക്കാരും ശ്രമിക്കുന്നതെന്നാണ്. നിങ്ങളുടെ WCC നിങ്ങളുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ ആരാ ശ്രമിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ ആദ്യം ശ്രമിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് WCC സ്ഥാപക അംഗമായിട്ടുള്ള യുവതി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്, പീഡനമൊന്നും നടന്നിട്ടില്ല. അപ്പൊ ആരാ നിങ്ങളുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ? ആരാ ആ സ്ഥാപക അംഗം? ആ സ്ഥാപക അംഗത്തിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചില്ലേ? ആ സ്ഥാപക അംഗം എന്നിട്ട് മച്ച് നീഡഡ് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ല. അപ്പോൾ ഒരു നാണവും മാനവും ഇല്ലാതെ സ്വന്തം കാര്യങ്ങളും സ്വന്തം കെട്ടിയവന്റെ കാര്യങ്ങളും മറച്ചു വെക്കാനായിട്ട് WCCയെ മറപിടിച്ച് ഇതിന്റെ മുമ്പിൽ വന്ന് നിന്ന് നിവിൻ പോളിയെ എന്റെ ഫ്രണ്ടിൽ എടുത്തിട്ട് വെറുതെ നാടകം കളിക്കരുത്. നിങ്ങൾക്കെതിരെ അന്വേഷണം വരട്ടെ എന്ന് പറയണം. ധൈര്യമായിട്ട് വരട്ടെ. മയക്കുമരുന്ന് മാഫിയാണ് നിങ്ങൾ, ഞങ്ങൾക്കെതിരെ അന്വേഷണം വേണം. ആരും നിയമത്തിന് അതീതരല്ലോ, ആണോ? നിയമത്തിന് അതീതരല്ല. നിവിൻ പോളി എന്ത് കൂളായിട്ട് വന്ന് പറഞ്ഞു അന്വേഷിക്കട്ടെ, എന്റെ അമ്മ കൂടെയുണ്ട്, എന്റെ ഭാര്യ കൂടെയുണ്ട്, ഞാൻ ഏതറ്റം വരെ പോയി. ഇവർ അങ്ങനെയല്ലേ? ഇവർ വന്നിട്ട് ആര് പറഞ്ഞു എനിക്കെതിരെ നിങ്ങളുടെ മറ്റുള്ളവരെ ചാരിയാണ്. അപ്പൊ അതാണ് ഈ റീമ കല്ലിങ്കലിന്റെ വെള്ളപോഷം നടന്ന ഏഷ്യാനെറ്റിന് പറ്റിയത്. പിന്നെ കൂടെ നിൽക്കുന്ന ബെസ്റ്റ് ടീമാണ് സിന്ധു സൂര്യകുമാർ, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു നിയമം, വേറൊരാൾക്ക് വേറൊരു നിയമം. യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള പവർ ഗ്രൂപ്പ് ഈ മട്ടാഞ്ചേരി മാഫിയ പ്ലസ് ഇവിടെയുള്ള മാധ്യമങ്ങൾ. അത്രയേ ഉള്ളൂ.